നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ശരണ്യയുടെ അടുത്ത് ശരണ്യയുടെ അമ്മ ഇരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്തെങ്കിലും ഒന്ന് കഴിക്കുക, നീ ആഹാരം ഒന്നും കഴിക്കുന്നില്ലോ എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ശരണ്യ ആകെപ്പാട് ഗ്ലൂമിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ശരണ്യ ആരോടും ഒന്നും മിണ്ടുന്നേ ഇല്ല. എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാലായി. ആകെപ്പാടെ അവൾ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയല്ലേ സംഭവിച്ചേ. അവൾക്ക് ധൈര്യം പകർന്ന് അവളുടെ അച്ഛനും അമ്മയും അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവൾക്കൊരാശ്വാസമായില്ല. അതുമാത്രമല്ല, വനിതാ സംഘടനകളും അവരൊക്കെ വന്നിട്ട് അവൾക്ക് വേണ്ടുന്ന ധൈര്യമൊക്കെ പകർന്നു കൊടുക്കുന്നുണ്ട്. മോളെ നീ ധൈര്യമായിട്ടിരിക്കണം, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ വിചാരിക്കണം. പിന്നീട് അടുത്ത വീട്ടിലുള്ളവരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിട്ടിരിക്കണം. കാരണം എതിർവശത്തുള്ള വലിയ പടച്ചാക്കുകളാണ്. അവർ ചിലപ്പോൾ സ്വാധീനിക്കാൻ വന്നെന്നിരിക്കും, പണം തരാൻ ശ്രമിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഒരു കാരണവശാലും അതിന് സമ്മതിക്കരുത്, അതിനെയൊക്കെ തടയണം. ഒരു പാവം പിടിച്ച പെൺകൊച്ചിൻ്റെ ജീവിതമാണ് ഇങ്ങനെ പിച്ചി ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കണമെന്ന് പറഞ്ഞു. അവരൊക്കെ അത് സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേങ്കിൽ ശരണ്യയ്ക്ക് എന്തോ തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരണ്യയുടെ മനസ്സിൽ ആ ഓർമ്മകളായിരുന്നു. കണ്ണടച്ച് നേരെ ചൊവ്വയൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും താൻ മയങ്ങിപ്പോകുന്ന ആ രംഗങ്ങളൊക്കെയായിരുന്നു ശരണ്യയുടെ മനസ്സിൽ. പിന്നീട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, മോളെ ഇത്ര ഞാൻ പറഞ്ഞില്ലേ, മോളൊന്നും കഴിക്കാതിരുന്ന് എങ്ങനെ ശരിയാന്നേ? അമ്മേ എനിക്ക് ജീവിക്കണ്ടമ്മേ, എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. മോൾ നീ എന്താ പറയണേ? അതേ അമ്മേ, എനിക്ക് പറ്റില്ല, എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനും ജീവിക്കുന്നേ? ഞാൻ ജീവിച്ചിരുന്നുകൊണ്ട് ആർക്കെന്താ ഗുണം കിട്ടുന്നേ? ഇപ്പം തന്നെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ നാണക്കേടായില്ലേ? അച്ഛനും അമ്മയ്ക്കുമൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അതുമാത്രമല്ല എൻ്റെ പഠിപ്പ്, അനുജൻ്റെ കാര്യം, അവന് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ കാരണമല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മ പറഞ്ഞു, മോളെ നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, സാരമില്ല, അതൊക്കെ പോട്ടെ. എന്ത് വന്നാലും ഏത് വന്നാലും നിന്നോടൊപ്പം ഞങ്ങളുണ്ടല്ലോ, പിന്നെ നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അങ്ങനെയൊക്കെ പറഞ്ഞ് ശരണ്യയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പുറത്തെ മുറിയിലേക്ക് പോയിരുന്നിട്ട് അമ്മ വാവിട്ട് കരയുവാണ്. കാരണം തൻ്റെ മകൾക്ക് വന്ന ആ ദുർവിധി ഓർത്തിട്ട്. ആകെപ്പാടെ ഒരാണും ഒരു പെണ്ണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ആ പെൺകൊച്ചിനാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുന്നത്. ആരോട് പറയാനായിട്ട്? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൾക്ക് നീതി ലഭിക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയെന്ന് അവൾ മുന്നോട്ട് വന്നേ മതിയാവുള്ളൂ. അവൾ ഒന്നും സംസാരിക്കുന്നില്ല. എപ്പോഴും മരിക്കണം മരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ശരണ്യയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഓർക്കുമ്പോഴത്തേനുമാണ് ഏറ്റവും കൂടുതൽ സങ്കടം. ശരണ്യയുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ്റാവുന്ന പോലെ ഉപദേശമെല്ലാം കൊടുത്തു നോക്കുന്നുണ്ട്. പക്ഷെ അതും കൊണ്ടൊന്നും അവളുടെ മനസ്സ് മാറുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ജയിലിലെ സെല്ലിനുള്ളിലായിരുന്നു രോഹിത് ഹരിശങ്കറും ഒക്കെ. ഈ സമയത്ത് ഹരിശങ്കറോട് ഞാൻ കരുതിയത് ജാമ്യം കിട്ടുമെന്നാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? 30 ദിവസം ഇതിനുള്ളിൽ കിടക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നരൻ പറഞ്ഞു, ശരിയാ ദൈവമേ, ഇനി പുറത്തിറങ്ങിയിട്ടുണ്ട് എങ്ങനെയാ? എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, എൻ്റെ അവസ്ഥയൊന്ന് ആലോചിക്കുക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനന്ന് അവിടെ വന്നെന്നുള്ള ശരി തന്നെയാണ്, മദ്യപിച്ചെന്നുള്ള ശരി തന്നെയാണ്. പക്ഷേ എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ? അപ്പോഴേക്കും ഹരി പറഞ്ഞു, എടാ നീ ഇപ്പം പുണ്യാളനാ നോക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ ശരിയാ ഹരി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ അന്ന് ചെയ്തു. പക്ഷേ എങ്കിൽ ഞാൻ ആ സമയത്ത് അവിടുന്ന് പോകാൻ ശ്രമിക്കുകയോ ചെയ്തേ. എനിക്കെന്തോ അവിടെ നിൽക്കാൻ പോലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോലും പോയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹരി പറഞ്ഞു, ഇനിയിപ്പം നീ പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. രോഹിത് ആകെപ്പാടെ തളർന്നുപോയി. ചെയ്യാത്ത തെറ്റിനാണ് താൻ ശിക്ഷ അനുഭവിക്കുന്നതെന്നൊരു ചിന്ത രോഹിത്തിന് മനസ്സിലേക്ക് വന്നു. രോഹിത് അവിടെ തളർന്നിരിക്കുകയാണ്. അങ്ങനെ ജയിലിൽ കൊണ്ട് നമ്മൾക്ക് ആഹാരമൊക്കെ കഴിക്കാൻ കൊടുത്തു. ഹരിയൊക്കെ കഴിച്ചു. പക്ഷേ രോഹിത് മാത്രം കഴിച്ചില്ല. രോഹിത്തിനോട് കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ കഴിക്കാനും കൂട്ടാക്കിയില്ല. അവൻ്റെ മനസ്സ് നിറയെ സങ്കടമായിരുന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അച്ഛനും അവരൊക്കെ പറയുന്ന അനുസരിക്കുമായിരുന്നെങ്കിൽ തനിക്കിനി ദുർവിധി വരത്തില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ രോഹിത്തിൻ്റെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. വല്ലാത്തൊരു നിർവികാരതയായിരുന്നു അവൻ്റെ മനസ്സിനറിയെ. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അതേസമയത്ത് മണിശങ്കർ കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളാണ് പോയി വാതിൽ തുറക്കുന്നത്. മനുഷ്യങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് സന്തോഷമായി. മനുവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴേക്കും മനുഷ്യങ്കർ ചോദിച്ചു, അല്ല എന്തിയാ അങ്കിൾ എന്തേന്ന് ചോദിച്ചു. അച്ഛൻ മുറിയിലുണ്ടെന്ന് പറഞ്ഞു, അലീന ചേച്ചി അടുക്കളയിലുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. ഇതാരും മനുവേട്ടനാ, ഇരിക്കുക, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ടാണ് വന്നേ. അത് സാരമില്ല മനുവേട്ടാ, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, ഭവിതയൊക്കെ എന്തേന്ന് ചോദിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, നീയോ ഭാട വന്നിരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല
നിൻ്റെ അച്ഛനും ചെറിയച്ഛനും ഒക്കെ ജയിലിൽ പോയിട്ട് എന്തായി? അവരെ കാണുമോ സംസാരിക്കുകയോ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. സംസാരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ അങ്കിളെ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. പിന്നെ ഞാനൊരു വിവരം കൂടെ അറിഞ്ഞു. ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടിയാലേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ ജാമ്യം എടുക്കണ്ടേ? ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കണ്ടേന്ന് ചോദിച്ചു. ആഗ്രഹമുണ്ട് മനു, പക്ഷെ നിനക്കറിയാലോ, ജാമ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് ഒരുറപ്പും എനിക്കില്ല. അവന്മാർ ചെയ്ത ക്രൂരത അത് പുറത്ത് എത്രമാത്രം നാണക്കുണ്ടാക്കിയിരിക്കുന്നു. അതിനേക്കാളുപരി ആ കുടുംബത്തിന്. ഇത് കേട്ടപ്പോൾ മനു പറഞ്ഞു, എനിക്കറിയാം അങ്കിളിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്കിളെ? അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, മകനായി പോയില്ലേ, തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അവനിത് വല്ലതും അറിയണോ? അവനിപ്പം ഒന്നും അറിയണ്ടല്ലോ, അവിടെ കിടന്നാൽ മാത്രം പോരെ. അല്ലെങ്കിലേ കട തുറക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. എങ്ങനെ തുറക്കാനാ? കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുക. തുറന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നാട്ടുകാർ തന്നെ കട തല്ലി പൊളിക്കുമെന്ന് തോന്നുന്നു. ഇതൊന്ന് കെട്ടടങ്ങാതെ കട തുറക്കണ്ടെന്ന് ഞാൻ ഗോവർദ്ധനോടും പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് അതിന് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അങ്ങനെ ചായ കൊടുത്ത് മനുഷ്യങ്ങനെ അത് കുടിക്കുന്ന സമയത്ത് അലീനോട് ചോദിച്ചു, അല്ല നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല മനുവേട്ട. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ കുറേ സമയം ഇരുത്തി ചോദ്യം ചെയ്തു, അത്രമാത്രം. പിന്നീട് വിട്ടയച്ചു. എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ രോഗത്തിന് ഹരിയം ഇനി ഇറക്കുന്ന കാര്യത്തെക്കുറിച്ച് അച്ഛന് ചിന്ത. അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കുമോ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മനു. ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ പോകുന്നത്. പക്ഷേ വീട്ടിലെത്തിയാലും ഒരു സമാധാനം കിട്ടുന്നില്ല. ഈ പത്രം എടുത്താലും TV വെച്ച് നോക്കിയാൽ ഈ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്യണം? എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലെന്നൊക്കെ ആലോചിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അങ്ങനെ ഒളിച്ചോടാൻ പറ്റുന്ന കാര്യമാണ് അങ്കിളെ. ബാക്കി ഇവിടെയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് അങ്കിൾ ആലോചിച്ചോ? അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷേ ഞാൻ ആലോചിച്ചൊരു കാര്യം, അന്ന് ആ അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു. എൻ്റെ ജീവൻ അങ്ങോട്ട് പോകുമായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കാണണം കേൾക്കണം എന്നൊക്കെ ആയിരിക്കും ദൈവത്തിൻ്റെ വിധി എന്ന് പറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു, രാജാ അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അതേ മനുവേട്ട വന്നപ്പോൾ തൊട്ട് അച്ഛൻ ഇങ്ങനെയാണ് ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കും. എത്ര പറഞ്ഞാലും അച്ഛൻ്റെ തലയിലേക്ക് കയറത്തില്ല. അച്ഛനോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളല്ലേ ഓരോ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കരുതെന്ന്. അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു, അതെ അങ്കിൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് വിഷയം മാറ്റാൻ ചോദിച്ചു, അല്ല ഭവിത എന്തിയെന്ന് ചോദിച്ചു. ഭവിത മുറിയിലുണ്ട്. ഞാനിന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അതെ അമ്മയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അമ്മ എന്നോട് സംസാരിച്ചേ. എത്രയും പെട്ടെന്ന് തന്നെ അമ്മ ഡിവോഴ്സ് മേടിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. മനുവേട്ടനൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ ചോദിച്ചു, ആരോട്? ആൻറ്റിയോട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മിക്കവാറും അമ്മ ഡിവോഴ്സിന് പോവുകയാണെങ്കിൽ ഈ പറയുന്ന രോഹിത്തേട്ടനും അതുപോലെ തന്നെ ബബിതേച്ചി അമ്മയോടൊപ്പം പോവും. ഇപ്പോൾ രോഹിത്തേട്ടൻ ഇപ്പോൾ ജയിലിലാണല്ലോ, പിന്നെ ബബിതേച്ചിയുടെ കാര്യം അറിയാമല്ലോ. അത് കേട്ടപ്പോൾ മനുഷ്യങ്ങളോട് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ഒരു പക്ഷേ ആൻറ്റി ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആരും ആൻറ്റിയുടെ കൂടെ പോകത്തില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻറ്റി ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മനുഷ്യങ്കർ ബബിതയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബബിത ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുക. ആ സമയം മനുഷ്യങ്കർ ചോദിച്ചു, ഇതെന്താ നീ എപ്പോൾ നോക്കിയാലും ഫോണിനകത്ത് തന്നെയാണോ? അതെന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞേ? അല്ല ഞാൻ വന്നിട്ട് കുറേ സമയമായി, നിന്നെ അങ്ങോട്ട് കണ്ടേയില്ല താഴേക്ക്. താഴേക്ക് വന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഒരു ഒഴുക്കം മട്ടി പറയാണ്. അപ്പോഴേക്കും കൃഷ്ണമോളും കൂടെ അങ്ങോട്ട് വന്നു. ഈ സമയത്ത് മനുഷ്യങ്കർ പറഞ്ഞു, അല്ല ആൻറ്റി ഡിവോഴ്സിന് പോകാമെന്നൊക്കെ കേട്ടല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബബിത പറഞ്ഞു, അമ്മ എന്നോടും അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോഴേക്കും മനു പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആൻറ്റിക്കൊരു നീക്കമുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ വേണോ തടയാനായിട്ട്? ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് എങ്ങനെ തടയാൻ പറ്റുമെന്ന് ബബിത ചോദിച്ചു. അല്ല ആൻറ്റി ഒരു പക്ഷേങ്കിൽ ഡിവോഴ്സിന് പോകുന്ന കണ്ടിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾ മക്കൾ കൂടെ ചെല്ലില്ല എന്ന് പറയണം. ആൻറ്റിക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും നീയോ അല്ലെങ്കിൽ ആ രോഹിതൊക്കെ കൂടെ ചെല്ലുമെന്ന്. അപ്പോഴേക്കും പവിത പറഞ്ഞു, ഞാൻ എന്താണല്ലോ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ അമ്മയുടെ കൂടെ പോകും, എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കൃഷ്ണമോള് പറഞ്ഞു, അല്ലെങ്കിൽ ബബിതേച്ചിക്ക് ഇവിടെ ഇഷ്ടമില്ല. കാരണം അച്ഛൻ ഓരോ കാര്യം തെറ്റ് ചെയ്യുമ്പോൾ വഴക്ക് പറയും. അത് ബബിതേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതാ പ്രധാന കാരണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മനുഷ്യങ്കർ പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാം, നീ ഇങ്ങനെ ഇപ്പം ആൻറ്റിയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് കാര്യമില്ല. കാരണം ആൻറ്റിയുടെ കാര്യം നിനക്കറിയാലോ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, എൻ്റെ മനുവേട്ടാ ബബിതേച്ചിയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി ഇറങ്ങി.
ഈ സമയത്ത് ഭവിത പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനുഷ്യങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം തീർന്നു തന്നെ കൂട്ടിയാൽ മതി. അല്ല, നീ എന്തിനാ ഇവിടുന്ന് പോകാനായിട്ട് ഇത്ര ധൃതിപ്പെടുന്നേ? ഇപ്പോൾ രോഹിത് കണ്ടില്ലേ, രോഹിത്തിൻ്റെ അവസ്ഥ കണ്ടോ നീ എന്താന്ന്? അല്ല, എനിക്ക് നല്ല സംശയമുണ്ട്, ഇനിയിപ്പം നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. പെട്ടെന്ന് ഭവിതയുടെ മുഖം അങ്ങോട്ട് മാറി. മനുഷ്യങ്കർ ചോദിച്ചു, അല്ല, കുടുംബത്തിന് നിരക്കാത്തായ എന്തെങ്കിലും തെറ്റ് നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭവിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭവിതയ്ക്ക് പെട്ടെന്നൊരു ടെൻഷനായി. അത് മനുഷ്യങ്കർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. എന്താ ഭവിത, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ മനുവേട്ട, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല ഭവിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം ഈ പറയുന്ന ഹരിയുടെ ഫോണിനകത്ത് തൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതെങ്ങാനും മനുവേട്ടൻ കണ്ടിട്ടുണ്ടോ എന്നൊരു ചിന്ത ഭവിതയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഭവിതയുടെ കള്ളത്തരങ്ങൾ അവൻ പിടിക്കുമല്ലോ എന്നറിയത്തില്ല. മനുഷ്യങ്കർ മിക്കവാറും പിടികൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഭവിത എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.